ഞാൻ എത്തിയേ. ആ എത്തിയോ? ഞാൻ അതേ വരുന്നു. നിനക്കെന്താ വേണ്ടേ? എനിക്കൊരു ഓറഞ്ച് ജ്യൂസ്. ഇവിടെ ഓറഞ്ച് ജ്യൂസ്, എനിക്കൊരു വാട്ടർമെലൺ ജ്യൂസ്. അത് മാത്രമേ ഉള്ളൂ. മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ നോക്കി ഇരിക്കാനാണോ? നീ PG എടുക്കുന്നില്ലേ? ഉണ്ട്. താങ്ക്സ്. നീ ഇതുവരെ എന്നെ വിട്ടില്ലേ? നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ലടാ, എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് വിശക്കുന്നുമുണ്ട്. എന്നാ നീ എന്തെങ്കിലും കഴിക്കാൻ പറ. ആക്ച്വലി എനിക്കൊരു ബിരിയാണിയാണ് വേണ്ടേ. നമുക്കൊന്ന് വെളിയിൽ പോയി കഴിക്കാം. അത് വേണോ? വാന്നേ, കാറിലല്ലേ, നമുക്ക് പോയിട്ട് വരാം. കുഴപ്പമില്ലെന്നേ, നമുക്ക് പോയിട്ട് വരാം. ഓക്കെ, സെറ്റല്ലേ? നിന്നെ ചേട്ടനിപ്പോൾ എന്ത് ചെയ്യാ? അത് നിനക്കറിയത്തില്ലേ? അല്ല, വെളിയിലാണെന്നറിയാം, അല്ലാണ്ട് വേറൊന്നും അറിയത്തില്ല. അവിടെ വർക്ക് ചെയ്യുക. ആ, നിന്റെ ചേട്ടന് വേണ്ടി മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. നമ്മൾ എട്ടിപ്പടിയ സമയത്ത് നിന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പുള്ളി നൈസായിട്ടൊക്കെ മേടിപ്പിച്ചിട്ട് പിന്നെ ആ വഴിക്കാൻ പോയിട്ടില്ല. രസമായിരുന്നു അത്. ഞാൻ വിചാരിച്ച നിനക്ക് ആ പ്രായത്തിൽ തോന്നിയ ചെറിയ ഇൻഫാക്ച്വേഷൻ ആയിരിക്കുമെന്ന്. ഇത്ര സീരിയസ് ആവുന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഒരു ചിക്കൻ ബിരിയാണി. നിന്റെ ചേച്ചിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നീ കണ്ടിട്ടില്ലേ? ഓ, ചേച്ചി ഇപ്പൊ എന്ത് ചെയ്യുവാ? ചേച്ചി ഇപ്പൊ പഠിപ്പിക്കുവാ. ഓ, നീ അപ്പൊ ഇനി എന്താ അടുത്ത പ്ലാൻ? ഞാനിപ്പം PG നോക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പുറകെ നടക്കും. നോക്കാം. PC എടുത്തോട്ടെ, നിനക്ക് ഞാൻ മുട്ട തരാം. നീ അപ്പൊ വേറെ റിലേഷൻഷിപ്പിനൊന്നും പോയിട്ടില്ല? പോയി, പക്ഷെ ഞാൻ തന്നെ ബ്രേക്ക് ചെയ്ത്. പറ്റി? എനിക്ക് വേറെ ആരോടും നിന്നോട് തോന്നിയ ഫീലിങ്സ് തോന്നിയിട്ടില്ല.
ബർത്ത്ഡേക്ക് ഒരു പടം വരച്ചു തന്നില്ലായിരുന്നോ? ആ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്കിതുവരെ ആരും അങ്ങനെ ഗിഫ്റ്റൊന്നും തന്നിട്ടില്ല. നീ നമ്മുടെ പഴയ സ്കൂൾ ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും കമ്പനി ഉണ്ടോ? 1-2 പേരായിട്ട് ഇടയ്ക്ക്. ആ ഞാൻ സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു ദിവസം എൻ്റെ അമ്മയെ കണ്ടായിരുന്നു. നീയും ഉണ്ടായിരുന്നു ആ ബേക്കറി വെച്ച്. പിന്നെ എന്നെ വന്ന് മിണ്ടാഞ്ഞേ? അമ്മ ഉണ്ടായിരുന്നല്ലോ കൂടെ. പേടിയല്ലേ? പിന്നെ നല്ല രീതിക്ക് പണ്ടനെ കാണുമ്പോൾ കണ്ണു പിടിച്ച് കാണിക്കും. എൻ്റെ അമ്മ പാവമാ. എന്തായാലും നീ മാത്രമേ ഇപ്പോൾ പറയത്തുള്ളൂ. നിനക്ക് നമ്മൾ 7-8 പഠിക്കാം ആ സമയത്ത് എന്തോ പഠിച്ചപ്പോൾ ഉള്ള സംഭവം ഓർമ്മയുണ്ടോ? ഇല്ല. ഓർക്കുന്നേ ഇല്ല? 7-ആണോ 8-ആണോ എന്ന് കൃത്യം ഓർക്കുന്നില്ല. നമുക്കന്ന് ഫ്രീ പീരീഡ് ആയിരുന്നു. അന്നേരം ക്ലാസ്സിലൊക്കെ പിള്ളേർ ബഹളമൊക്കെ വെച്ച്, അപ്പം നീ മറ്റേ സൈഡിലായിട്ടുള്ള ജനലിൽ ഇങ്ങനെ വന്ന് നിന്ന് എന്നെ തന്നെ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നു. എനിക്കാണെങ്കിൽ അത് കണ്ടിട്ട് ഭയങ്കര ദേഷ്യവും ക്ലാസ്സിലെ പിള്ളേരുടെ ഒച്ചയും എല്ലാം കൂടെ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഞാൻ എന്നിട്ട് പുറത്ത് വന്ന് നിന്നെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കി. നോക്കിയത് നീ ഒരൊറ്റ ഓട്ടം. നിനക്കിതൊക്കെ എപ്പോഴും ഓർമ്മയുണ്ട? പിന്നെ നീ ലൈസൻസ് എടുത്തോ? ഇല്ലടോ. എന്താ എടുക്കുന്നില്ലേ? എടുക്കണം, മടിയായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. നിനക്ക് ഡ്രൈവിംഗ് അറിയോ? 2 വീലർ അറിയാം, 4 വീലർ അറിയത്തില്ല. എന്നാ പിന്നെ പോയി എടുത്തൂടെ? രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കാമല്ലോ എന്ന് ഓർത്തിട്ടാ. നമുക്ക് വെള്ളം പോകണമെങ്കിൽ നല്ലതല്ലേ? അച്ഛനതാ പറഞ്ഞ പെട്ടെന്ന് എടുക്കാൻ. എന്നടാതെ അവിടെ ഇറക്കിയേ? ആളിറക്കാം. നമുക്കൊരു സെൽഫി എടുക്കാം. എടുക്കാം. ശരി, ശരി, കാണാം. കാണാം.